നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ? എവിടെയാന്ന് അറിയണ്ടേ? അപ്പൊ ബാ. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതാകട്ടെ കുറെ നാൾ കൊണ്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതെ മാറ്റിവെച്ച ഒരു സ്ഥലത്തേക്കാണ്. ബോർഡ് കണ്ടപ്പോ മനസ്സിലായില്ലേ? ട്രിവാൻഡ്രത്തെ നന്ദൻകോടുള്ള ഹഡിൽസ് കഫേ ആണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇൻസ്റ്റാഗ്രാമിലെ ചില റീൽസ് ഒക്കെ കണ്ടിട്ട് അവിടെ ചെന്നിരുന്ന് ഫുഡ് കഴിക്കണമെന്ന് മോഹിച്ച ഒരു സ്ഥലമായിരുന്നു ഈ ഹഡിൽസ് കഫേ എന്ന് പറയുന്നത്. ഊഞ്ഞാലാടി ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ ആ ആഗ്രഹം കൂടെ തീർക്കാൻ പറ്റിയ ഒരു കഫേയാണിത്. കഴിഞ്ഞ അവധിക്ക് നാട്ടിലോട്ട് പോയപ്പോഴാണ് നമ്മൾ ഈ ഹഡിൽസ് കഫേയില് ഇച്ചായന്റെ ബാല്യകാല സുഹൃത്തും കസിനുമായിട്ടുള്ള ഉണ്ണിച്ചേട്ടനും ഇച്ചായന്റെ ബ്രദറും പിന്നെ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ച് കൂടിയത്. നാട്ടിൽ നമ്മൾ ലീവിന് പോകുമെങ്കിലും ഉണ്ണിച്ചേട്ടനെയൊക്കെ കണ്ടിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇച്ചായൻ ഉണ്ണിച്ചേട്ടനെ കാണാനും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പുറത്തിങ്ങനെ ഒരു ഔട്ടിങ്ങിനായിട്ട് നമ്മൾ പോയത്. നാട്ടിലോട്ട് ആകെ 2-3 ദിവസത്തേക്ക് ലീവിന് പോകുമ്പോൾ രണ്ട് വീട്ടിൽ മാറി മാറി നിന്ന് കഴിയുമ്പോഴേക്കും ഫോണിലൂടെ അല്ലാതെ നാട്ടിൽ വരുമ്പോൾ പലപ്പോഴും ഉണ്ണിച്ചേട്ടനെ നേരിട്ട് ചെന്ന് കാണാനായിട്ട് ഇച്ചായന് സാധിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണിച്ചേട്ടന് ജോലി കിട്ടിയതിനു ശേഷവും നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കഫേയുടെ ഔട്ടിങ്ങിന്റെ ചെലവ് മുഴുവനും ഉണ്ണിച്ചേട്ടന്റെ ജോലി കിട്ടിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് ട്രീറ്റ് തന്നതായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടിയതിന്റെ ചെലവ് നടത്തിയതാണ്. ഏതായാലും ഫുഡിനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് കഴിച്ച ഐറ്റംസിന്റെ പേര് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ റേറ്റ് കത്തി തന്നെയാണ് മോനെ, കത്തി തന്നെയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ്, അതും റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബാല്യം മുതൽ ഈ ഒരു സമയം വരെ ലൈവായിട്ട് കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേരും നല്ല പോസിറ്റീവ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടാലൊന്നും ഈ കാലത്ത് ഒരു റിലേഷൻഷിപ്പും മുന്നോട്ട് പോകത്തില്ല. ഉണ്ണിച്ചേട്ടൻ ഏതായാലും നല്ല പോസിറ്റീവ് വൈബുള്ള ആളാണ്. അതുകൊണ്ട് എനിച്ചതിന് ഒരുപാട് ഇഷ്ടമാണ്. അവനവനിലുള്ള ആത്മവിശ്വാസവും കൂടെയുള്ള ആള് വിജയിക്കുന്നതിൽ സന്തോഷിക്കാനും ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സക്സസ് തന്നെയായിരിക്കും. അതിനൊരു എക്സാമ്പിൾ തന്നെയാണ് എന്റെ ലൈഫിൽ ഞാൻ കണ്ടുമുട്ടിയ ഈ രണ്ട് വ്യക്തികളും. ചുരുക്കി പറഞ്ഞ ചൈൽഡ്ഹുഡ് തൊട്ടേ ഉണ്ണിച്ചേട്ടൻ ഹാസ് ഓൾവേസ് ബീൻ എ കോൺസ്റ്റന്റ് ഇൻ ഇച്ചായൻസ് ലൈഫ്.